നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ വീട്ടിൽ കിട്ടുന്ന നല്ല മാംഗോ വെച്ചിട്ട് ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ടിയാണ്. ഇത് ഞാൻ 4-5 മാംഗോ ഇതിലെടുത്തിട്ടുണ്ട്. അല്പം പഞ്ചസാര, എത്ര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര, ആവശ്യത്തിന് വേണ്ട വെള്ളം. ഞാൻ വീട്ടിൽ കിട്ടുന്ന ഈ തരം മാംഗോ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് അടുപ്പത്തൊരു കുക്കർ വെച്ചിട്ട് ഈ മാങ്ങ അതിലിടാം. ഈ മാങ്ങ, ഈ പഞ്ചസാര, ആവശ്യത്തിന് വേണ്ട വെള്ളം. അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം കുക്കർ അടച്ചിട്ട് ഒരു 2 വിസിൽ വന്ന ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. നമുക്കത് തുറന്നു നോക്കാം. നല്ല ചൂടാണ്. നമുക്കിതൊന്ന് തണുപ്പിക്കാം. തണുത്ത ശേഷം ഇത് അരച്ചെടുക്കണം. തണുക്കട്ടെ ഫസ്റ്റ്. ഈ മാങ്ങ നല്ല തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സി ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം. മിക്സി ജാറിലാക്കിയിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ അരച്ചിട്ട് കൊണ്ട് ഇത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കൺസിസ്റ്റൻസി നല്ല കട്ടിയുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മളിതിൽ ഐസ് വാട്ടർ ചേർത്തിട്ട് കുറച്ച് നൈസാക്കണം. ഇത് ഐസ് വാട്ടർ ഒഴിക്കുന്നുണ്ട്. വെള്ളം കുറച്ചും കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ ഫ്രൂട്ടി എപ്പോഴും നല്ല സ്മൂത്ത് ഇതിലായിരിക്കില്ലേ, ഇങ്ങനെ കട്ടിയായിട്ടുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് കുറച്ചും കൂടി ഐസ് വാട്ടർ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഫസ്റ്റ് ഇതിൻ്റെ അടിയിൽ വരുന്നതാണ് ശരിക്കും ഫ്രൂട്ടിയുടെ ശരിക്കുള്ള പരുവം. എങ്ങനെ കട്ടിയായി തോന്നുമ്പോൾ നമ്മൾ ഐസ് വാട്ടർ ചേർത്താൽ മതി. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഫ്രൂട്ടിൽ അതേ ഒരു കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. നമുക്കിതിലിനി കുറച്ച് ഒരു അരമുറി നാരങ്ങ പിഴിയാം. എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇനി കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നാരങ്ങ നീര് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് കട്ടയാവില്ല. നമ്മൾ മധുരമൊക്കെ നമ്മൾ നന്നായിട്ട് നോക്കണം. ഇപ്പോൾ എങ്ങാനും മധുരം കുറവ് തോന്നിച്ചാൽ പഞ്ചസാര പൊടിച്ച് ചേർക്കണം, ഇല്ലെങ്കിൽ പഞ്ചസാര ലായനി ഉണ്ടാക്കിയിട്ട് ഒഴിക്കണം. ഇപ്പം എൻ്റെ മധുരം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാം കറക്റ്റാണ്. അല്ല, അതേ ഫ്രൂട്ടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങണം അതേ ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ പുറത്തുനിന്ന് ഫ്രൂട്ടി വേണമെന്ന് പറയുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതോ വീട്ടിൽ കിട്ടുന്ന സാധാ മാമ്പഴം വെച്ചിട്ട്. ഇത് അൽഫോൺസ മാമ്പഴം വെച്ചിട്ടൊന്നല്ല ഉണ്ടാക്കിയത്. എനിക്ക് ആ മാമ്പഴം കിട്ടിയില്ല, അതുകൊണ്ട് ഈ മാമ്പഴം വെച്ചിട്ട് ഉണ്ടാക്കിയത്. വീട്ടിലുള്ള സാധാരണ മാംഗോ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന സാധാ മാമ്പഴം വെച്ചിട്ടുണ്ടാക്കിയ ഫ്രൂട്ടി റെഡിയാണ്. എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.